നമസ്കാരം. കനത്ത തോൽവി കിട്ടിയിട്ടും CPM പഠിക്കില്ല. അവർക്ക് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളെ നേതാവായി ഉയർത്തിക്കാണിക്കാനില്ല പോലും. പിണറായി പ്രതിപക്ഷ നേതാവാകുന്നതിൽ പാർട്ടിക്കുള്ളിൽ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തീരുമാനം ഇത്രയേറെ താമസിപ്പിച്ചത്. പിന്നീട് നടന്ന പോളിറ്റ് ബ്യൂറോയിൽ മരുമകൻ മുഹമ്മദ് റിയാസിനെ പ്രതിപക്ഷ നേതാവാക്കാൻ ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ടു സഖാവ് പിണറായി വിജയൻ. സഖാവ് MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ഇതേക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഒരു പരിഹാസക്കുറിപ്പ്, ചിരിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു കുറിപ്പ്. അതിങ്ങനെയാണ്: റിയാസിനെ പ്രതിപക്ഷ നേതാവാക്കേണ്ടെന്ന് യുവനേതാക്കൾ പറഞ്ഞു അത്രേ. സണ്ണില്ലോ അല്ലെങ്കിൽ ഫാദറിനില്ലോ മതി എന്ന് നേതാവും തീരുമാനിച്ചു. CPKMന് വലിയ മാറ്റമൊന്നുമില്ല, തോറ്റു തൊപ്പിയിട്ടു എന്ന മാറ്റം മാത്രമേ ഉള്ളൂ, അതും സ്വന്തം സഖാക്കളാൽ. UDF വിചാരിക്കുന്നത് അവർ ജയിച്ചു എന്നാണ്. CPM സഖാക്കളോടാണ് കടപ്പാട് വേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏകാധിപത്യത്തിനു മാറ്റമില്ല. പാർട്ടി ഫ്ലാറ്റ് പോലും പറ്റാത്ത നേതാവിന് വാടക വീട് തരപ്പെടുത്തി കൊടുത്തിട്ട് ന്യായീകരണം, പാർട്ടി സെക്രട്ടറിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, പാർട്ടിയെ നയിച്ചില്ലേ എന്നൊക്കെ. ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിലൂടെ മുഖ്യമന്ത്രിയായ സഖാവ് EMSന്റെ മനയിലെ നെല്ലിൻ്റെയും പത്തായത്തിൻ്റെയും അളവ് പറയുമായിരുന്നു പാർട്ടി തന്നെ. അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവസാന കാലം പാർട്ടി കൊടുത്ത ഫ്ളാറ്റിലായിരുന്നു താമസം. ത്രിപുര ഭരിച്ച സഖാവ് നൃപൻ ചക്രവർത്തി പാർട്ടി കൊടുത്ത ഒറ്റ മുറിയിലായിരുന്നു അവസാന കാലത്ത് താമസം. ശ്രീ പിണറായി വിജയന് ഒരു കുറവും വരാൻ പാടില്ലെന്ന് ആരെക്കാളും നിർബന്ധം എനിക്കുണ്ട്. കാരണം MM ലോറൻസിൻ്റെ അവസാന കാലമായപ്പോൾ ലോറൻസിന് ഒരു കുറവും വരാൻ പാടില്ല. ലോറൻസ് ചെയ്ത ത്യാഗങ്ങൾക്കും ത്യജിച്ച സുഖസൗകര്യങ്ങൾക്കും പകരം ഒന്നുമില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞെന്ന് ജേക്കബ് അങ്കിൾ എന്നോട് പറഞ്ഞിരുന്നു. പാർട്ടി കസ്റ്റഡിയിലാക്കിയതാണ്, പാർട്ടി നിയോഗിച്ചവരാണ് പരിചരിച്ചത്, അതിന് കണക്കും പറഞ്ഞു പാർട്ടിക്കാർ തന്നെ. MP പെൻഷൻ ഉണ്ടായിരുന്നു, അതും സാമ്പത്തികമുള്ള മക്കൾ, BJP ബന്ധമില്ലാത്ത മക്കൾ, അപ്പച്ചനുമായി അകൽച്ചയില്ലാത്ത മക്കൾ വിചാരിക്കണമായിരുന്നു. പാർട്ടി ചെലവിൽ അപ്പനെ പരിചരിപ്പിക്കണോ ഞങ്ങളില്ലേ എന്ന്. നിർഭാഗ്യവശാൽ ആ ചിന്ത ആ മക്കൾക്കുണ്ടായില്ല. അപ്പച്ചൻ അറിഞ്ഞില്ല. മരണശേഷം പോലും പരിചരിച്ച കണക്ക് സഖാക്കൾ വിളിച്ചു പറഞ്ഞത്. മരണശേഷം ക്രൂരമായി ചതിച്ച് അനാട്ടമി ടേബിളിൽ എത്തിച്ചതും അറിഞ്ഞില്ല. ശ്രീ പിണറായി വിജയന് ഒരു കുറവും ജീവിച്ചിരിക്കുമ്പോൾ വരരുത്. സുഖമായി ജീവിച്ചതല്ലേ, അതങ്ങനെ തന്നെ പോകട്ടെ. പിന്നെ യുവനേതാക്കൾക്ക് ഇപ്പോൾ ധൈര്യം വെച്ച് തുടങ്ങിയല്ലോ, നല്ല കാര്യം. പക്ഷേ ആ ധൈര്യം മരുമകനിൽ ഒതുക്കി. മരുമകൻ അല്ലെങ്കിൽ സ്വയം മതി എന്ന് തീരുമാനിച്ചു. അതിനാണ് ഏകാധിപത്യം എന്ന് മലയാളത്തിൽ പറയുന്നത്. അത് ചോദ്യം ചെയ്യാൻ വേറെ ഒരാളെ ആലോചിക്കാൻ പോലും ധൈര്യമില്ലാത്തവർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഏകാധിപത്യമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതേ നടക്കൂ, അതാണ് കമ്മ്യൂണിസം. സ്വപ്നം കാണാൻ കൊള്ളാം, നടപ്പാക്കാൻ കൊള്ളില്ല. നടപ്പാക്കി വിജയിക്കില്ല. വിജയിച്ച ചരിത്രമില്ല, വിജയിക്കും പിണറായി വിജയനെ പോലെയുള്ളവർ. അല്ലാത്തവർ സഖാവ് MV രാഘവനാകും, സഖാവ് പുത്തലത്ത് നാരായണനാകും, സഖാവ് കുഞ്ഞിക്കണ്ണനാകും, സഖാവ് KR ഗൗരിയാകും, സഖാവ് MM ലോറൻസ് ആകും, സഖാവ് TP ചന്ദ്രശേഖരനാകും, സഖാവ് കുഞ്ഞികൃഷ്ണനാകും, സഖാവ് TK ഗോവിന്ദനാകും. അല്ലാത്തവർ മിസ്റ്റർ MV ഗോവിന്ദനാകും, മിസ്റ്റർ EP ജയരാജനാകും. വേറെ കുറച്ച് പേർ രാജേന്ദ്രൻ ജിയാകും, ഐഷ പോറ്റ് ജിയാകും, വർഗവഞ്ചകരാകും, കുലം കുത്തിയാകും, ഡാഷ്മോന്മാരാകും, ചാരുതന്മാരാകും. സാരാംശം: ആവുന്നെങ്കിൽ പിണറായി വിജയനാവുക, അല്ലെങ്കിൽ ഒന്നും ആകാതെ ഇരിക്കുക. കന്റോൺമെൻറ്റ് ഹൗസിൽ ലിഫ്റ്റ്, നീന്തൽക്കുളം, പശുത്തൊഴുത്ത്, റോബിൻ ഡോഗിൻ്റെ കൂട്, ഊരാളുങ്കൽ വക അല്ലേ. മ്യൂറൽ പെയിൻറ്റിങ് വേണമെങ്കിൽ പറയണേ, വിളക്കിരിക്കുന്ന അവിടെ ഇരിക്കുന്ന കൃഷ്ണനെ വരച്ചു തരാം. ഇന്ന് രൊക്കം നാളെ കടം. ഇങ്ങനെയാണ് ആശ ലോറൻസ് തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴും CPMൽ ഏകാധിപത്യം അവസാനിച്ചിട്ടില്ല. ക്ലിഫ് ഹൗസിൽ നിന്ന് കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് മാറുമ്പോൾ ലിഫ്റ്റും നീന്തൽക്കുളവും പശുത്തൊഴുത്തും ചാണകക്കുഴിയും നിർമ്മിക്കുമോ എന്നും അതിനുള്ള തുക സർക്കാർ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് അന്തം കമ്മികൾ തെരുവിലിറങ്ങുമോ എന്ന് കണ്ടറിയണം.